ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദോശക്കും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചമ്മന്തിയാണിത്. അപ്പോൾ വെറുതെ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുളക് കുറച്ച് നേരം നമുക്ക് ഈ വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ അയണിൻ്റെ ഒരു ചെറിയൊരു പാത്രമാണ് എടുത്തത്. അതുകൊണ്ടാണ് അത് ചൂടായി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് അങ്ങ് ചൂടായി ഇതുപോലെ പുക വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. മുളക് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയ ചമ്മന്തിയുടെ ടേസ്റ്റും മാറും. മുളക് നമ്മൾ ഏകദേശം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കഷ്ണം സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ സവാളയുടെ അര കഷ്ണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഈ ഒരു സവാളയും ഇതുപോലെ നമുക്ക് ഈ ഒരു എണ്ണയിൽ വാട്ടിയെടുക്കാം. അപ്പം മുളകും സവാളയും നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. നമ്മളിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വാട്ടി വെച്ച ആ ഒരു മുളകും സവാളയൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിനി ഇതുപോലെ തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ ഇതിലധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അവസാനമായി കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഡലിയുടെ കൂടെ കഴിക്കാനായാലും ദോശയുടെ കൂടെ കഴിക്കാനായാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.